ായതുകൊണ്ടാണ് തിരിച്ചു ചോദിക്കുന്നത്. അല്ല, ഞാൻ അഖിലേട്ടൻ എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരാളെ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മലയാള സിനിമയുടെ സമരത്തിലേക്ക് പോകുന്നു അറിയേണ്ടത് സൂചന പണിമുടക്ക് എന്ന് അറിയുന്നുണ്ട്. ഇപ്പൊ സൂചന പണിമുടക്ക് അറിയുന്നത് എമ്പുരാൻ പോലത്തെ ഒരു വലിയ പടം റിലീസിന്റെ ഡേറ്റിലാണ് ഈ സൂചന പണിമുടക്ക് വരുന്നത്. ഇതിനെന്താ പറയാനുള്ളത്? അതിനെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന് കാശ് മുടക്കിയ നിർമ്മാതാക്കളും അതിന്റെ ഡയറക്ടറും ഒക്കെ മലയാളത്തിലെ വലിയ ആൾക്കാരല്ലേ? പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉന്നയിച്ചത് വലിയ വിഷയമാണത്. ഇത്രയും ക്യാമറ കൊണ്ടുവന്ന് ഇങ്ങനെ മുഖത്തോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ഈ മലയാളത്തിന്റെ ഇൻഡസ്ട്രിയുടെ ഗതി മാറ്റാൻ പോകുന്ന ഒരു ഫിലിമാണ് എമ്പുരാൻ. അപ്പൊ എമ്പുരാൻ പോലത്തെ ഫിലിമിനെ സപ്പോർട്ട് ചെയ്യാതെ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുമ്പോൾ അത് എമ്പുരാനാണ് വിചാരിക്കുന്നത്. പല ആൾക്കാരനെ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇൻഡസ്ട്രി. സൂചന പണികളൊക്കെ എത്തുന്നത് ഈ റിലീസിന്റെ ഡേറ്റിലാണ് വെക്കുന്നത്. അഖിലേട്ടൻ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്, ഈ ഡയറക്ടർ എന്ന നിലയിൽ. അപ്പൊ അതിനോടൊന്നും അല്ല, ഞാൻ തീർച്ചയായിട്ടും നമ്മൾ പൊതുവെ പണ്ട് മുതലേ ഹർത്താലുകൾ, സമരങ്ങൾ ഇതിനോടൊന്നും പൊതുവെ യോജിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോഴൊന്നുമല്ല, പണ്ട് മുതലേ തന്നെ. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ളൊരു പരിഹാര മാർഗം ഉണ്ടാവാം. നമ്മുടെ ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉന്നയിക്കുന്ന വിഷയം വളരെ സത്യമാണ്. ഒരുപാട് നിർമ്മാതാക്കളും ഒരുപാട് ഇൻവെസ്റ്റേഴ്സും മലയാള സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തും പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് കിടപ്പുണ്ട്. പക്ഷെ അതിന്റെ കാരണം താരങ്ങൾ മാത്രമാണെന്ന് പറയുന്ന വാദത്തോടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എന്തെന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെ. ഇപ്പൊ ബിഗ് ബ്രദർ എന്ന് പറയുന്നൊരു സിനിമ പ്രത്യക്ഷത്തിലെത്ത് തിയേറ്ററിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ട സിനിമയാണ്. പക്ഷെ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സിനിമയ്ക്ക് ഏതാണ്ട് 20 കോടി രൂപയോളം റിട്ടേൺ അന്നുണ്ടായിരുന്നു. കാര്യം എനിക്ക് അന്നറിയാം, അതിന്റെ ഒരു നിർമ്മാതാക്കൾ ഒരാൾ എന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അതായത് തിയേറ്ററിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സിനിമയ്ക്ക് 20 കോടി രൂപയോളം റിട്ടേൺ ലഭിക്കാനുണ്ടായ കാരണം സാറ്റലൈറ്റ് വാല്യൂ, അന്നത്തെ സാറ്റലൈറ്റ് വാല്യൂ, അന്നത്തെ OTT വാല്യൂ, ഓവർസീസ് വാല്യൂ എല്ലാം കൂടെ ചേർത്തിട്ട് കിട്ടി 20 കോടിയോളം രൂപയുണ്ട്. അപ്പൊ അത് കിട്ടാൻ കാരണക്കാരനായ മോഹൻലാൽ എന്ന് പറയുന്ന നടന് അയാൾക്ക് ഇത്ര രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഇതിനകത്തൊരു പ്രാക്ടിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു നടനെ ഇപ്പൊ നമുക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ നടനെ വെച്ച് സിനിമ എടുക്കണ്ട. ഇനി നിങ്ങൾക്ക് ആ നടനെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ ആ നടന് അയാൾ അർഹിക്കുന്ന ഒരു മൂല്യമുണ്ട്. ചിലപ്പോൾ അയാൾ പറയുന്ന മൂല്യമൊന്നും ആയിരിക്കത്തില്ല, അയാൾ അർഹിക്കുന്ന ഒരു മൂല്യമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നടൻ, അയാൾ കഴിഞ്ഞ 5 സിനിമകൾ എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ ഹിറ്റാണ്. അപ്പൊ ആദ്യത്തെ 3 ദിവസത്തെ കളക്ഷൻ ഏതൊരു ആക്ടറുടെയും ഇൻപുട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 3 ദിവസത്തെ കളക്ഷൻ മാത്രമാണ്. 4ാമത്തെ 5ാമത്തെ ദിവസം തൊട്ട് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുന്നത് അത് സിനിമയുടെ വിജയമാണ്, ടോട്ടാലിറ്റിയുടെ വിജയമാണ്. പക്ഷെ ആദ്യത്തെ 3 ദിവസം ഒരു സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അതിലെ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർ അയാൾ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യുന്ന ആൾക്കാരാണ്. ആ 3 ദിവസത്തെ കളക്ഷൻ എടുക്കുക, ആ കളക്ഷൻ എത്ര രൂപയുണ്ടെന്ന് നോക്കുക. അതുപോലെ അയാളിലൂടെ സാറ്റലൈറ്റിൽ എത്ര രൂപ വിൽക്കും. ഇന്നിപ്പോ സാറ്റലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, സാറ്റലൈറ്റ് ഒക്കെ 0 ആണ്. OTTയിൽ ഓൾമോസ്റ്റ് ഒരു സിനിമകളും കച്ചവടം നടക്കുന്നില്ല. അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ ഈ ഇഷ്യൂ ഉന്നയിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു നടനെ വെച്ചിട്ട്